നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ സ്പ്രിംഗ് റോളാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ മൈദ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കണ്ടേ നോക്കാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് കുറച്ച് സമയം വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു പച്ചമുളകാണ് ഇടേണ്ടത്. അത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് സവാള ഇടേണ്ടത്. അത് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അത് ഞാനൊരു 1/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 1/2 കപ്പോളം ക്യാരറ്റ് ഞാനിവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇടുന്നത് ഇതുപോലെ. എന്നിട്ട് നമുക്ക് എന്താക്കാം, നന്നായിട്ടൊന്നിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കാബേജാണ്. അപ്പോൾ 1/2 കപ്പ് കാബേജ് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് ഞാനിവിടെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ സോയ സോസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം സോയ സോസ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ സോയ സോസിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചിക്കൻ വേവിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് ഷീറ്റ് തയ്യാറാക്കാണ് വേണ്ടത്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കുഴച്ച് വെച്ച ഡോ ചെറിയ ചെറിയ ബോളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നും പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൂരിയുടെ വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദയും കൂടി തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ബോൾസ് എല്ലാം ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിത് ഇവിടെ എല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ നല്ലോണം ചൂടായ ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ച ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുക്കുക. കൂടുതൽ വേവണമെന്നില്ല, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഷീറ്റ്. ഇപ്പോൾ നമ്മൾ പരത്തി വെച്ചതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടിട്ട് നമുക്ക് എടുക്കാം. നമ്മളെ ഷീറ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫില്ലിങ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ചിക്കൻ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പുള്ള ഷീറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ സ്ക്വയർ ഷേപ്പായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പതുക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനെ എടുക്കുക. ഇതേപോലെ നമുക്കെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ ഞാനിവിടെ കുറച്ച് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ. എന്നിട്ട് നമുക്കിത് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മൈദയുടെ സ്ലറി എടുത്തിട്ട് ഈ രണ്ട് വശത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തിട്ട് ഇത് എടുക്കുകയാണ് വേണ്ടത്. അത് ഇതുപോലെ. ഇനി ഒന്ന് റോൾ ചെയ്യാണ് വേണ്ടത്. ഈ ലാസ്റ്റ് ഭാഗം കൂടി ഞാൻ മൈദയുടെ സ്ലറി വെക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്ലറി വെക്കുന്നത്. ഇതുപോലെ നമുക്കെല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഇത് നമുക്ക് ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. നമ്മളിവിടെ ഫ്രൈ ചെയ്തിട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിപ്പം ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും നമുക്കിത് കോരി വെക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇതെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് നമ്മളെ ചിക്കൻ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുതേ.